ഹെൽത്ത് ഈസ് വെൽത്ത്. ഒബ്വിയസ്ലി ഹെൽത്ത് ഈസ് വെൽത്ത്. എൻഡ് ഓഫ് ദ ഡേ മോർ ദാൻ മണി. നമ്മൾ പണം ഉണ്ടാക്കാൻ ഓടുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തും നമ്മൾ കെയർ ചെയ്യണം. അഫ്സൽ ചിക്കൻ കണ്ണീര് കുറച്ചിട്ട് അപ്പോൾ ഇന്ന് സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അഡിൽ ഗ്ലോബലിൽ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് വന്ന് ഡേ 7 വ്ളോഗ് എടുക്കാൻ വന്നതാണ്. സോ ഇന്ന് ഏകദേശം ഒരു 8000 സ്റ്റെപ്സ് എങ്കിലും നടക്കണമെന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ ഡേ 7. ഓക്കെ, ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞുതരാം. എനിവേ, ഇത് ഹൗവ ബീച്ചാണ്. അതായത് ട്രിവാൻഡ്രം തന്നെ ഹൗവ ബീച്ച്. ഒരു ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ട്. ലൈറ്റ് ഹൗസ് ഞങ്ങളുടെ റിസോർട്ടിൻ്റെ പുറകിലാണ്, ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പുറകിലാണ്. നൈസ് പ്ലേസാണ്. ഇവിടെ സ്പേസ് എടുത്തു തന്നത് എൻ്റെ കൊച്ചെറിയൻ സെയ്താണ്. ഇവരാണ് ഇന്ന് മറ്റേ അഫ്സൽ ചിക്കനിൽ കൊണ്ടുപോയിട്ട് ആകെ പണി പാളി. നൈസ് ചിക്കനാണ്, പക്ഷെ നല്ല എരിവുണ്ട്. ഞാൻ അത്ര എരിവ് കഴിക്കാത്ത ഒരാളാണ്. സോ ഇന്ന് ഹഡിൽ ഗ്ലോബലിൽ ഇന്നത്തെ ഡേയിൽ എന്തൊക്കെ നടന്നെന്നുള്ളത് നമുക്ക് കാണാം. നടന്നു പോയോ? ഞാൻ കുറച്ച് ഇരുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, ഇവിടെ നടക്കുകയാണ്. പട്ടിയുണ്ട് കടിച്ചവർ കണ്ടുപോയിട്ടേ പോകുള്ളൂ. ഞങ്ങളിപ്പം വാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 12:30 ആവാനായി. സോ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ നല്ല ഹെഡേക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ലേറ്റായി, ഹോവർ അത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് വീഡിയോൻ്റെ എഡിറ്റിങ് കഴിഞ്ഞ് ദെൻ മിനിയാന്നെടുത്തതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത്, സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് 2 o'clock കണ്ടായിട്ട് ഉറങ്ങാൻ. രാവിലെ എഴുന്നേറ്റ് ഒരു 9:30 സമയത്ത് എഴുന്നേറ്റുണ്ടായിരുന്നു. ദെൻ ഇവൻറ്റിന് പോകാൻ കുറച്ച് വൈകിപ്പോയി. ഒരു 12 o'clock ആയി റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും മുസ്തും നേരെ ബിയേർഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോയി. ഇവിടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ അടുത്താണ് പോയത്. അയാൾ നമ്മുടെ മലപ്പുറത്ത് ചെമ്മാടുള്ള ചെങ്ങായി. അയാൾ വേറെ എന്തെയ്യുന്നറാ? മനു മനു ചേട്ടൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ എന്തും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. സോ ആള് ചെമ്മാടുള്ളതാണ്. നല്ല വൈബായിരുന്നു. ആളായിട്ട് സംസാരിച്ചു. ദെൻ ആഫ്റ്റർ ഇന്ന് ഭയങ്കരമായിട്ടൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. നിതിൻ കാന്തിനെ കണ്ടു. അതേപോലെ തന്നെ സെയിം നമ്മുടെ സൗരഭ് ഗോയലിനെ മീറ്റ് ചെയ്തു. സൗരഭ് ഗോയൽ എന്ന് വെച്ചാൽ വൺ ഓഫ് ദ കീ എടുത്ത് വെച്ചോ. സൗരഭ് ഗോയലിനെ കണ്ടു. അതേപോലെ തന്നെ സൗരഭ് ഗോയൽ ഞങ്ങൾ ഓൾറെഡി കൊളാബറേറ്റ് ചെയ്തു. സൗരഭ് ഗോയലുമായിട്ട് സംസാരിച്ചു. ഫ്യൂച്ചർ ഓഫ് ദ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് സ്ട്രാറ്റജി ആൻഡ് എവറിത്തിങ്. സോ നല്ലൊരു ഡിസ്കഷനും അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിജോ വർഗീസിൻ്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ആളുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തു. അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസ് ഞാൻ അതിൽ പ്ലേ ചെയ്യാം. ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സെഗ്മെന്റ് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ലാസ്റ്റ് വീക്കിൽ ഒരു കൊച്ചിയിലൊരു ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഏകദേശം 75 ക്ലയൻസുമായിട്ട് മീറ്റ് ചെയ്തു. സോ ഇതുപോലെ ബ്രാൻഡ് ആർക്കിടെക്ട്സുമായിട്ട് ഏജൻസീസ് മീറ്റ് ചെയ്തു. ബ്രാൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ഒരു ടേം പോലും ആരും സംസാരിച്ചിട്ടില്ല. സോ വി ആർ ഗോണ ഫിക്സ് ടു ദി എക്സിറ്റോ. അങ്ങനെ ആ പ്രോജക്റ്റ് ഞാൻ ക്ലോസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു. നിങ്ങൾക്ക് ആരെങ്കിലും സെർച്ച് ചെയ്താൽ മതി. പേഴ്സണൽ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. പേഴ്സണൽ ബ്രാൻഡിങ് കൺസൾട്ടന്റ് ഇൻ കേരള ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു സീ മൈ ബയോ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ബ്രാൻഡ് ആർക്കിടെക്ചറിൽ എത്ര സ്ട്രാറ്റജി കൺസൾട്ടൻസി ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഏജൻസീസ് ഉണ്ട് എന്നുള്ളത് സെഗ്മെന്റ്സിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന കൺസൾട്ടന്റുമാർ ഫോർ ദ മെന്റർഷിപ്പ്? നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആളുള്ളൂ, സിജോയ് വർഗീസ്. അപ്പൊ എന്നെ വിളിക്കുക. എന്റെ നമ്പർ ഒന്ന് ഇപ്പോഴേ എടുത്തോ. ഇതൊക്കെ ചുമ്മാ മാർക്കറ്റിംഗിന്റെ. ദെൻ അതേപോലെ തന്നെ രാജീവ് മിനിസ്റ്ററുടെ ഒരു ചെറിയൊരു ടോക്ക് സെഷൻ ഉണ്ടായിരുന്നു. ആൾ വന്നിരുന്നു. പിന്നെ മിനിസ്റ്റർ വന്ന് സംസാരിച്ചു. മോർ അബൌട്ട് കേരള എക്കണോമി, അല്ലെ കേരളത്തിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് സംസാരിച്ചു. സോ എനിക്ക് അത്ര എന്താ പറയുക, ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ കേരളത്തിൽ പറഞ്ഞ പോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് എവറിത്തിങ് ഈസ് ഗോയിങ് അമേസിങ്, എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സോ പലപ്പോഴായിട്ടും ഞങ്ങളുടെ ഡിസ്കഷൻസിൽ വരുന്നൊരു കാര്യമാണ്, കേരളത്തിലെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ ടാലൻസിനെ കിട്ടാനൊന്നും പണിയില്ല. പക്ഷേ ടാലൻസ് എങ്ങനെയാണ്
അത് കരിയറിൽ മൊണറ്റൈസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ തന്നെയാണ്. കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം കരിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കരിയറിൽ എങ്ങനെ ഫിനാൻഷ്യലി അടിപൊളിയാകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമ്മുടെ നാട്ടിൽ അത്ര തന്നെ എന്താ പറയുക എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റും. നോട്ട് ഓൺലി ഇൻ ദ സ്കിൽ ഡെവലപ്മെൻറ്റ് അവിടെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ മോർ ഓവർ നമ്മുടെ ഈ പറഞ്ഞ പോലെ കരിയറിൽ എങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് എക്സ്പാൻഷൻ ഫിനാൻഷ്യലി അടിപൊളിയാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എനിവേ ഇന്നത്തെ ഡേ ഇസ് ഓൾമോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഒരുപാട് ആളുകൾ മീറ്റ് ചെയ്യാൻ പറ്റി, ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ ഒരുപാട് നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അറ്റ് ദ സെയിം ടൈം 1-2 നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംതിങ് അമേസിങ് കമ്മിങ് സൂൺ. വി ആർ എക്സ്പാൻഡിങ് ടു ബാംഗ്ലൂരിലേക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ സർവീസസ് ഞങ്ങളുടെ ടീമിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വി ആർ അസോസിയേറ്റിംഗ് വിത്ത് ലാർജസ്റ്റ് ബ്രാൻഡ് സ്ട്രാറ്റജി കൺസൾട്ടൻസ് ഒരു ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. സോ സംതിങ് ഈസ് വെരി വെൽ. വി ആർ എന്താ പറയുക ക്രിയേറ്റിംഗ് എ അമേസിങ് കമ്മ്യൂണിറ്റി വിത്ത് ദാറ്റ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഡേയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറയുന്നത് 12:30 ആയി. ഐ ആം ഗോയിങ് ഫോർ വാക്കിംഗ്. സോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് ചലഞ്ചസ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ഡേ ബൈ ഡേ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വെക്കേണ്ടത്. അത് എത്ര ലേറ്റ് ആയാലും നമ്മൾ വന്ന് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാനാണ് ഞാനും ശ്രമിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ വിത്ത് ദാറ്റ്. സോ സ്റ്റേ ട്യൂൺ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ടീം നമ്മൾ ലീല കോവളത്തിൽ നടക്കാൻ വന്നാണ് ആരൂരാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട്. ക്ലിയർ ആകുന്നുണ്ടടാ. സോ നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടു മെയിൻറ്റെയിൻ എവറിത്തിങ് ഇൻ എ സിംഗിൾ ടൈം. ഇന്ന് എൻ്റെ വൈഫിനായിട്ട് ഞാൻ തെറ്റി. അവള് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞേ. അപ്പോൾ ഒരു 5 മിനിറ്റല്ലേ ഞാൻ സംസാരിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു 5 മിനിറ്റ് ഓൾറെഡി ആയല്ലോ. അപ്പോൾ കട്ടാക്കിയതാ, ഫോൺ ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊരു ഐ ലവ് യു അയച്ചു കൊടുത്താൽ ഞാൻ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് സോ ഇന്ന് ഞാൻ പഠിച്ച ഒരു ലെസൺ അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബേസിക്കലി ആസ് എൻ ഓൺടർപ്രണർ, ആസ് എ ബ്രാൻഡ് സ്ട്രാറ്റജി സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡേ ബൈ ഡേ ഒബ്സേർവ് ചെയ്യാറുണ്ട്. സോ ഇന്ന് ഇവൻറ്റിലൂടെ ഞാൻ ഒബ്സേർവ് ചെയ്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു സ്പീക്കറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എങ്ങനെയാണ് ഒരു സെഷനിൽ ഏറ്റവും അടിപൊളിയായിട്ട് ആളുകളുമായിട്ട് എൻഗേജ് ചെയ്യുക, എങ്ങനെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഓഡിയൻസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. സോ ഫസ്റ്റ് തിങ്, നമുക്ക് എല്ലാവർക്കും ഫിയർ ഉണ്ടാവും ഒരു സ്റ്റേജിൽ കയറാനും. ഒരു പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ സ്പീക്കേഴ്സ് പാനൽ ഒരു Q&A സെഷനിൽ ഒരു ചോദ്യം ചോദിക്കാനൊക്കെ ഒരുപാട് ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും ചോദിക്കണം എന്നൊക്കെ. പക്ഷെ ചോദിക്കൂല. പല ആൾക്കാരും ചോദിക്കാതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനത്തെ ആളുകളോടാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഫസ്റ്റ് ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ഓക്കെ, ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒരു 2-3 തവണ നിങ്ങളുടെ മനസ്സിൽ തന്നെ ചോദിക്കുക. എഴുന്നേറ്റ് നിൽക്കുക, മൈക്ക് വാങ്ങിക്കോളാം, ചോദിച്ചോളാം. നിങ്ങൾ ആ ചോദ്യം ചോദിക്കാൻ കാണിക്കുന്ന എന്താ പറയുക ആ ഒരു ധൈര്യത്തിലൂടെയാണ് നിങ്ങൾ തന്നെ മോൾഡ് ചെയ്യുന്നത്. സോ എനിവേ, ഇന്ന് എൻ്റെ വ്ളോഗ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇരുട്ടുണ്ട്, കാരണം ഞങ്ങൾ നടക്കുന്നത് ഒരു അത്ര വെളിച്ചില്ലാത്ത വഴി കൂടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു റോ ആയിട്ട് ഒരു മൈക്ക് യൂസ് ചെയ്യാതെ, എന്താണ് ഒരു പ്രോപ്പർ ബിഗ് ക്യാമൊന്നും യൂസ് ചെയ്യാതെ ഒരു സ്മാർട്ട് ഫോണിൽ മാത്രമാണ് നമ്മുടെ എൻ്റയർ വ്ളോഗ്. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 100 days എങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾ കാണും. ഇത് ഞാൻ 100 വീഡിയോ മിനിമം വിത്തൗട്ട് എനി ക്യാമറ, വിത്തൗട്ട് എനി മൈക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ
വീഡിയോ എൻ്റെ കൂടെ കൂടാം. സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിക്കൊന്നും വേണ്ട. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓൺട്രപ്രണേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ഞാൻ എൻ്റെ ലൈഫിൽ 5 വർഷമായിട്ട് ഓൺട്രപ്രണർഷിപ്പ് ചെയ്ത് എൻ്റെ DXitoയുമായി നടക്കുന്നത് തന്നെ എൻ്റെ കൺസിസ്റ്റൻസിയാണ്. സോ അതുപോലെ എൻ്റെ ലൈഫിൽ ഇനി എൻ്റെ ബോഡി എന്ത് ചെയ്യണം, എനിക്കൊന്ന് അടിപൊളിയാക്കണം. മീൻസ് അത്യാവശ്യം ഫാറ്റിയാണ് ഇപ്പം. നമ്മളെ ബോഡി ഒക്കെ എങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഹെൽത്ത് ഈസ് വെൽത്ത്. ഒബ്വിയസ്ലി ഹെൽത്ത് ഈസ് വെൽത്ത്. എൻഡ് ഓഫ് ദ ഡേ മോർ ദാൻ മണി. നമ്മൾ പണം ഉണ്ടാക്കാൻ ഓടുന്ന സമയത്ത് നമ്മുടെ ഹെൽത്തും നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഫുഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് കൺട്രോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഐ വിൽ ഷെയർ ഓൺ നെക്സ്റ്റ് വീഡിയോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. വി ക്യാൻ ഗോ ടുഗദർ. താങ്ക് യു വെരി മച്ച്. സീ യു സൂൺ. ബൈ. കുറച്ചാണ് എടുക്കുക.